ജോൺ റോസ് സംവിധാനം ചെയ്ത് 2022 ഒക്ടോബർ 10 അതായത് ഈ കഴിഞ്ഞ 2 മാസം മുൻപ് ഇറങ്ങിയ ഒരു പുതിയ ഹൊറർ മിസ്റ്ററി ഡ്രാമ ചിത്രമാണ് ഗ്രിംകട്ടി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാട്സപ്പിലൊക്കെ ഒരു പ്രത്യേക തരം മെസ്സേജ് വരാറുണ്ടായിരുന്നു. അതായത് ഈ ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ടവരെല്ലാം 100 പേർക്ക് ഷെയർ ചെയ്യണം, ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശപിക്കും. ഇതുപോലെ മെസ്സേജ് നോട്ടീസൊക്കെ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് ഒരു ദിവസം ഇൻ്റർനെറ്റിൽ ഒരു ഫോട്ടോ വൈറലാവുകയാണ്. എന്നാൽ ആ ഫോട്ടോ ഷെയർ ചെയ്യുന്നവരും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നവരും ഒക്കെ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ഒരു ഫോട്ടോ ഒരാളെ എങ്ങനെയാണ് കൊലപ്പെടുത്തുന്നത്, എന്തായിരിക്കും അതിൻ്റെ രഹസ്യം എന്നൊക്കെ വളരെ വ്യത്യസ്തമായും അവസാനം ഒരു ട്വിസ്റ്റും ഒരു നല്ല മെസ്സേജും പറഞ്ഞു തന്ന ഈ ഒരു ഹൊറർ മിസ്റ്ററി ചിത്രം കൂടുതൽ വലിച്ചു നീട്ടാതെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ തുടക്കത്തിൽ ഒരു പെണ്ണുമുള്ള ഒളിഞ്ഞു നോക്കുന്നതായി കാണാം. ഇവളുടെ പേര് മെലിൻഡ. യഥാർത്ഥത്തിൽ തൻ്റെ മകൻ ഉറങ്ങിയോ എന്ന് നോക്കിയതാണ്. അന്നേരം കൂർക്കം വലിച്ചുറങ്ങുന്ന മകനെ കാണാം. ഇവൻ്റെ പേര് ബ്രാൻഡൻ. ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവിടുന്ന് പോയപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാൻഡൻ ഉറക്കം നടിക്കുകയായിരുന്നു. അവൻ അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് മറ്റേ സൈഡിലുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. അതിനാൽ ജനാല വഴി പുറത്തു കടക്കാൻ നോക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്, ബാൻഡേജ് ഒട്ടി. എങ്ങനെയായിരിക്കും അതൊക്കെ സംഭവിച്ചത്? അങ്ങനെ ജനാല വഴി പുറത്ത് കടക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ അമ്മ ഇന്റർനെറ്റിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കാണുകയാണ്. എന്നാൽ അത് ഡിങ്കോൾഫി ആയിരുന്നില്ല. കഴിഞ്ഞ 2-3 വർഷമായി സിറ്റിയിൽ ഒരുപാട് കുട്ടികൾ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയും മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഏതോ ഒരു അമാനുഷിക ശക്തിയുള്ള രൂപത്തെയും കണ്ടതായി പറയുന്നു. ആ രൂപത്തിൻ്റെ പേര് ഗ്രിംകട്ടി എന്നാണ്. അതേപോലെ ഗ്രിംകട്ടി എന്ന് വെച്ചാൽ ഒരു ഭീകര രൂപം മാത്രമല്ല, അതൊരു ചലഞ്ച് ഗെയിമാണ്. അത് ആരൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുന്നോ കാണുന്നോ അതേപോലെ ഷെയർ ചെയ്യുന്നോ അവരൊക്കെ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഇതായിരുന്നു ഇന്റർനെറ്റിലുള്ള ന്യൂസ്. അതൊക്കെ കണ്ടപ്പോൾ മെലിൻഡയ്ക്ക് ഭയങ്കര ഷോക്കിംഗ്. കാരണം തൻ്റെ മകൻ്റെ കയ്യിലും ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഇനി അവനും ഗ്രിംകട്ടി ചലഞ്ചിൽ പെട്ട് കാണുമോ എന്നോർത്ത് ഇപ്പോൾ ബ്രാൻഡനെ കാണാം. പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുകയും ആ ഭാഗത്തേക്ക് പതുക്കെ പോയി നോക്കുമ്പോൾ ഒരൽപ്പം ദൂരെ എന്തോ ഒരു രൂപം ഒരു മിന്നായം പോലെ കണ്ടു പേടിക്കുകയും നേരെ കിച്ചണിൽ പോയി കബോർഡ് തുറന്ന് ഒരു പിച്ചാത്തി എടുത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കവേ പെട്ടെന്ന് ആ രൂപം പുറത്തു നിന്നും ഒളിഞ്ഞു നോക്കുകയും എൻ്റെ കാലാപുരി മുത്തപ്പ എന്ന് പേടിച്ച് അലറി ഓടിപ്പോയി അമ്മയുടെ റൂം തുറന്ന് നിൽക്കുകയാണ്. അത് കണ്ട അമ്മ വിചാരിക്കുന്നു, ഇത് അത് തന്നെ ഗ്രിംകട്ടി ഇവനെയും വശീകരിച്ചോ, മോനെ വേണ്ട, കത്തി താഴെയിട് എന്ന് ഭയന്ന് പറയുമ്പോൾ അവൻ പേടിച്ച് ആ രൂപത്തെ നോക്കുമ്പോൾ ആ രൂപം അവൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി. അമ്മ പേടിച്ച് വിറക്കുകയാണ്. മോനെ വേണ്ട, കത്തി താഴെയിട്, നിന്റെ അമ്മയാടാ പറയുന്നത്, കത്തി താഴെയിടടാ. പെട്ടെന്ന് ആ ഗ്രിംകട്ടി അവൻ്റെ അടുത്തേക്ക് ആക്രമിക്കാൻ ഓടുമ്പോൾ അതേപോലെ അവൻ ഓടിപ്പോയി തൻ്റെ അമ്മയെ കയ്യിലുണ്ടായിരുന്ന പിച്ചാത്തി കയറ്റി വളരെ കൊടൂരമായി കുത്തുകയാണ്. ഇനി അമ്മ കാലാപുരിക്ക് എത്തിക്കാണുമോ ഇല്ലയോ എന്നറിയില്ല. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ആശ എന്നൊരു പെൺകുട്ടിയെ കാണാം. ആളൊരു യൂട്യൂബർ ആണ്. നല്ല മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടും വ്യൂസ് വരുന്നില്ല. അതുമാത്രമല്ല മറ്റ് എന്ത് ഉടായ്പ വീഡിയോ ഇട്ടാലും വ്യൂസ് വരുന്നില്ല. 2 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ആകെ 12 വ്യൂസാണ് വന്നത്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 9 പേരാണുള്ളത്. എന്താ വ്യൂസ് വരാത്തത്? എൻ്റെ വീഡിയോസ് എന്താ ആരും കാണാത്തത്? ഇനി സീജു വ്ളോഗ്സിനെ പോലെ വല്ല സൈക്കോ ഹൊറർ മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് ആശ. തൊട്ടപ്പുറത്ത് ആശയുടെ അച്ഛനെയും അമ്മയെയും അനിയനെയും കാണാം. അനിയന് സ്കൂളിൽ എന്തോ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അതിന് പോകാൻ എല്ലാവരും തയ്യാറാവുകയാണ്. അന്നേരം അവിടേക്ക് ആശ എത്തുകയും ആശയുടെ കയ്യിൽ ഫോൺ കണ്ട അച്ഛൻ പറയുന്നു, ഫോണിൽ തന്നെയാണല്ലേ കളി, ഫോൺ എല്ലാവരും ഇവിടെ ടേബിളിൽ വച്ചിട്ട് പോയാൽ മതി, ഫോൺ ആരും എടുക്കണ്ട. അതെന്താ ഫോൺ എടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ ഉണ്ടെങ്കിൽ ഫാമിലിയിൽ എൻജോയ് ചെയ്യാൻ കഴിയില്ല, ഫോണിൽ തന്നെയായിരിക്കും ശ്രദ്ധ, അതുകൊണ്ട് എല്ലാവരും ഫോൺ തൽക്കാലം ഇവിടെ വച്ചിട്ട് പോകാം. അങ്ങനെ അല്പം കഴിഞ്ഞ് അനിയൻ്റെ സ്കൂളിലേക്ക് പോവുകയും അവിടെ അനിയൻ മ്യൂസിക് ഒക്കെ വായിച്ച് തകർക്കുമ്പോൾ എല്ലാവരും മൗനമായി ആസ്വദിക്കുന്നുണ്ടെങ്കിലും ആശയ്ക്ക് അത് ഭയങ്കര ബോറിംഗ് ആയാണ് ഫീൽ ചെയ്യുന്നത്. അന്നേരം അവിടേക്ക് ആശയുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും വന്നിരുന്നു. അവളുടെ പേര് എമിലി. 2 പേരും ഒരേ വൈബ് ആയതിനാൽ അവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആവുകയാണ്. എമിലി പറയുന്നു, എടി ബഗഡത്തി, തനിക്ക് ഞാൻ ഒരു 5-6 മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ എന്താ റിപ്ലൈ തരാത്തത്? അത് കേട്ട് ആശ പറയുന്നു, എടി അത് പിന്നെ വീട്ടിൽ അച്ഛൻ ഫോൺ എടുത്തു വെച്ചു,
തരുന്നതേ ഇല്ല. അന്നേരം എമിലി പറയുന്നു, ശരി നിന്റെ കയ്യിലില്ലെങ്കിൽ എന്താ, എന്റെ കയ്യിലുണ്ടല്ലോ, വാ നമുക്ക് കുറച്ച് റീൽസ് കാണാം, സെൽഫിയും എടുക്കാം. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ മറ്റേ വശത്ത് ആഷയുടെ അച്ഛനും എമിലിയുടെ അച്ഛനും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. എമിലിയുടെ അച്ഛൻ പറയുന്നു, എടാ നീ അറിഞ്ഞോ, നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. ഗ്രിംകട്ടി എന്നൊരു ഗെയിമുണ്ട്, അത് ആരൊക്കെ സെർച്ച് ചെയ്യുന്നോ കളിക്കുന്നോ അവരൊക്കെ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി, ഒരു പയ്യൻ അവൻ്റെ അമ്മയെ തന്നെ കുത്തി. നമ്മുടെ കുട്ടികൾക്കും ആ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കുട്ടികളെ ഇന്റർനെറ്റിൽ കളിക്കുന്നത് നിർത്തിപ്പിക്കണം. അത് കേട്ടതും ആഷയുടെ അച്ഛന് ഒരല്പം ഭയം വരികയാണ്. ഈ സമയത്ത് ആഷയും എമിലിയും കഥ പറയുമ്പോൾ ആഷയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആഷയുടെ ഒരു വീഡിയോയിൽ ആദ്യമായി ആരോ വാവ് എന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ആഷയ്ക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ആയതുപോലെ ഹാപ്പി ആവുകയാണ്. ആ കമൻറ്റ് ഇട്ടത് യഥാർത്ഥത്തിൽ കൂടെ പഠിക്കുന്ന ആസിഡി എന്നൊരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ആ കമൻറ്റ് ഇട്ട പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. അവൾ ഭയങ്കര മോശമായ തരികിടയാണ് എന്നൊക്കെ. അന്നേരം അവിടേക്ക് ആഷയുടെ അച്ഛൻ എത്തുകയാണ്. അത് കണ്ട് പെട്ടെന്ന് രണ്ടുപേരും എഴുന്നേൽക്കുകയും എമിലി ഫോൺ മറച്ചു പിടിക്കുകയും ചെയ്യുന്നു. കാരണം ഇനി ഇയാൾ എൻ്റെ ഫോണും വാങ്ങി വെക്കുമോ എന്ന ഭയത്തിൽ എമിലി അവിടുന്ന് പതുക്കെ സ്കൂട്ടാവുകയാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ അച്ഛാ, എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ദേ മോളെ ഇവിടെ നോക്ക്, ഫോൺ ഇല്ലാതെ ഇക്കാലത്ത് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ എപ്പോഴും ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് ദിവസം ഫോൺ ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നത് കുറക്ക്, എന്നിട്ട് നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്ക്. അങ്ങനെ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുകയും രാത്രി അച്ഛനും അമ്മയും മൊബൈലിൽ തോണ്ടിക്കളിക്കുമ്പോൾ അവരുടെ ഫോണിലേക്ക് ഗ്രിംകട്ടിയുടെ ഫോട്ടോ വരികയാണ്. അത് കണ്ട് ഭയന്ന് ഉടനെ ആഷയെയും അനിയനെയും വിളിച്ചിരുത്തി ചോദിക്കുകയാണ്, ദേ രണ്ടാളും നോക്കിയേ, ഇതുപോലെ ഇന്റർനെറ്റിൽ ഗ്രിംകട്ടി എന്ന പേരിൽ ഒരു ഗെയിമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്നാൽ രണ്ടുപേർക്കും അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. മക്കളെ, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഗ്രിംകട്ടി അതൊരു ചലഞ്ച് ഗെയിമാണ്. അത് ഒരു ലിങ്ക് പോലെയോ വീഡിയോ പോലെയോ പരസ്യം പോലെയോ ദേ ഇതുപോലെ ഫോട്ടോസൊക്കെ വരാം. അതിലൊന്നും ആരും ക്ലിക്ക് ചെയ്യരുത്. ഇന്റർനെറ്റിൽ ആ പേരിൽ സെർച്ച് ചെയ്യാനും പാടില്ല. ആ ഗെയിം കളിച്ചവരാരും തന്നെ ജീവനോടെ ഇല്ല. ഒരു അമാനുഷിക ശക്തിയുള്ള ഗെയിമാണത്. അത് കളിക്കുന്നവരെ ഒരു രൂപം വന്ന് മൈൻഡ് കൺട്രോൾ ചെയ്ത് സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അടുത്തുള്ളവരെ കൊല്ലിപ്പിക്കും. കുറച്ച് ദിവസം മുൻപ് ഒരു പയ്യൻ തൻ്റെ അമ്മയെ കുത്തി. ഇതൊക്കെ കേട്ടപ്പോൾ രണ്ടുപേർക്കും തീരെ വിശ്വാസം വന്നില്ല. അതൊക്കെ കെട്ടുകഥകളാണ്, നാട്ടുകാർ ഓരോന്നും പറഞ്ഞ് പരത്തുന്നതാണ്. അമാനുഷികമായ കാര്യങ്ങൾ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. അച്ഛനും അമ്മയും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ കത്തിക്കൊണ്ട് ഒരിക്കലും കുത്തില്ല എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. കുട്ടികൾക്ക് പേടിയില്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആദിയാണ്. ഇനി ഇതൊക്കെ കുട്ടികൾ പറഞ്ഞതുപോലെ വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുമോ എന്നൊരു സംശയത്തിൽ അച്ഛൻ ഇന്റർനെറ്റിൽ ഗ്രിംകട്ടി എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അന്നേരം അടുക്കളയിൽ ഫോണിൽ വീഡിയോ കണ്ട് ആശയോടെ ബ്രെഡിൽ ബട്ടർ പുരട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം. എന്താ ഇത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ വന്ന് നിൽക്കുന്ന ഗ്രിംകട്ടി. അത് കണ്ട് പേടിച്ച് അലറിക്കൊണ്ട് ഓടുമ്പോൾ അച്ഛൻ അവിടെ എത്തുകയും ആശയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിൽ ബട്ടർ പുരട്ടിയ കത്തി താഴെ വീഴുകയാണ്. അവിടെ ആരോ ഉണ്ടെന്ന് അവൾ പറയുകയും അച്ഛൻ ആ ഭാഗത്തേക്ക് പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അതിനുശേഷം പോലീസിൽ ഇൻഫോം ചെയ്ത് വരുത്തുകയും പോലീസ് ഓഫീസർ നടന്ന കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആശ പറയുന്നു, അമിതാഭ് ബച്ചൻ്റെ അത്രയും പൊക്കമുണ്ടായിരുന്നു, ബ്ലാക്ക് കളർ വേഷം, പിന്നെ മുഖമുടി ധരിച്ച പോലെ ഉണ്ടായിരുന്നു. അന്നേരം ഓഫീസർ തൻ്റെ ഫോണിലെ ആ ഫോട്ടോ കാണിക്കുകയാണ്. ഇതുപോലെ ഉണ്ടായിരുന്നു. അത് കണ്ട് ആശ സമ്മതിക്കുകയാണ്. അതിനാൽ ഓഫീസർ പറയുന്നു, മോളെ നീ മാത്രമല്ല ഈ രൂപം കണ്ടത്, നാട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടെന്ന് പറയുന്നു. ഇത് ആരോ പ്രാങ്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്നവരെ പിടികൂടും എന്നും പറഞ്ഞ് ഓഫീസർ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ആശ റൂമിൽ വച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ട് അവിടേക്ക് അച്ഛൻ വന്ന് പറയുന്നു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി, ഇനി നീ ഫോണോ ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് എല്ലാം എടുത്തോണ്ട് പോവുകയാണ്. അതിനാൽ ആശ ഭയങ്കര കലിപ്പിലാവുകയാണ്. അതേ കലിപ്പിൽ ഉറങ്ങുകയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് എത്തുമ്പോൾ അച്ഛനും അമ്മയും അനിയനും ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും മക്കളെ ഉപദേശിക്കാൻ തുടങ്ങി. മക്കളെ, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഒന്നും അറിയില്ല. ഞങ്ങൾ പറയുന്നത് അനുസരിക്ക്. ഇനിയുള്ള ഒരാഴ്ചത്തേക്ക് നിങ്ങളാരും ഫോണ് ലാപ്ടോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാം ഒരു ബോക്സിൽ ഇട്ടുവെക്കാൻ പോവുകയാണ്. ഇനി അത് ആരും ഓപ്പൺ ചെയ്യാനും ശ്രമിക്കരുത്. അത് കേട്ട് അനിയൻ ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ ആശ പൊട്ടിത്തെറിക്കുകയാണ്.
നിങ്ങൾക്കത് പറയാം, പക്ഷേ എനിക്ക് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. കഷ്ടപ്പെട്ടാണ് 9 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഉണ്ടാക്കിയത്. ഒരാഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ വ്യൂസ് കുറയും എന്നൊക്കെ പറഞ്ഞ് കലിപ്പിൽ വഴക്കിട്ട് അച്ഛൻ്റെ കയ്യിലുള്ള ഫോൺ പിടിച്ചു വാങ്ങാൻ ട്രൈ ചെയ്യുകയാണ്. അന്നേരം പെട്ടെന്ന് ടേബിളിൻ്റെ അടിയിൽ ആ കൊടൂര ഗ്രിംകട്ടിയുടെ രൂപം കാണുകയാണ്. അതിനാൽ ആശ പേടിച്ച് അലറിപ്പോയി നിൽക്കുകയും എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു രൂപത്തെ കാണാനില്ല. അതേപോലെ ആ രൂപത്തെ കണ്ടത് ആശ മാത്രമാണ്. ആശ അലറിയത് കണ്ട് അച്ഛനും അമ്മയും ഇതിപ്പോ എന്താ ഉണ്ടായത് എന്ന് കിളിപ്പോയി നിൽക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുകയും ആശ നേരെ അനിയൻ്റെ റൂമിൽ പോയിട്ട്, എടാ നീ സുഖിച്ച് ഉറങ്ങുകയാണല്ലേ, എനിക്കറിയാമോനെ നിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെന്ന്, നീ അത് ബോക്സിൽ വച്ചില്ലല്ലോ, മര്യാദക്ക് എനിക്ക് താ, ഇല്ലെങ്കിൽ ഞാനത് അച്ഛനോട് പറയും. അങ്ങനെ അവൻ്റെ ലാപ്ടോപ്പ് എടുത്തു കൊടുക്കുകയും ഓപ്പൺ ചെയ്ത് ആശയുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ കഴിഞ്ഞില്ല. കാരണം വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ അച്ഛൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ആകെ പിരാന്ത് പിടിച്ച് പുറത്തു പോയപ്പോൾ അവിടെ അവളുടെ ലാപ്ടോപ്പ് ഫോണും ഒക്കെ ഇട്ടുവെച്ച ആ ബോക്സ് കാണുകയാണ്. ശബ്ദമുണ്ടാക്കാതെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതിനാൽ ഒരു പിച്ചാത്തി കൊണ്ടുവന്ന് കുത്തി തുറക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ അത് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 2 മെസ്സേജ് വന്നതായി കാണുകയാണ്. ആ മെസ്സേജ് ആരുടേതാണെന്ന് വെച്ചാൽ നേരത്തെ ആശയുടെ യൂട്യൂബിലേക്ക് ആദ്യമായി വാവ് എന്ന് കമൻ്റ് ഇട്ട കാസിഡിയുടേതായിരുന്നു. അതുമാത്രമല്ല അവളുടെ കോൾ വരികയാണ്. കാസിഡിയുടെ കോൾ ആശ അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ പറയുന്നു, എടി എല്ലാവർക്കും എന്ത് പറ്റി എന്ന് അറിയില്ല, വീട്ടിൽ ഫോൺ വാങ്ങി വെക്കാൻ നോക്കുന്നു, ഞാൻ കൊടുത്തില്ല, നീയും കൊടുക്കരുത്. ഗ്രിംകട്ടി എന്നു പേരുള്ള എന്തോ ഒരു കെട്ടുകഥ പറഞ്ഞാണ് ഇങ്ങനെ പെരുമാറുന്നത്. അതൊക്കെ ആര് വിശ്വസിക്കാനാ? അന്നേരം ആശ പറയുന്നു, എൻ്റെ ഫോൺ അച്ഛൻ വാങ്ങി വെച്ചതാ, ഞാനത് ഇപ്പോഴാണ് ആരും അറിയാതെ എടുത്തത്. ആശ കുണുകുണുന്ന് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും കേൾക്കുകയും എന്താണ് ആ ശബ്ദം എന്നറിയാൻ പതുക്കെ ഇറങ്ങി വരുമ്പോൾ ആ ശബ്ദം ആശ കേൾക്കുകയും പെട്ടെന്ന് പിച്ചാത്തി ഒരു വശത്ത് വച്ചിട്ട് നേരെ ഗാർഡനിലേക്ക് പോയി മറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ വീഡിയോ കോളിൽ വേറെ ഒരു പെൺകുട്ടി ജോയിൻ ചെയ്ത് പറയുന്നു, എൻ്റെ നാട്ടിലും ഗ്രിംകട്ടി എന്നൊരു പിശാച്ചി പോലത്തെ ഒരു രൂപം കണ്ടതായി പറയുന്നു. അത് മനസ്സ് കൺട്രോൾ ചെയ്ത് സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ കേട്ട് ആശ പറയുന്നു, ഞാനും ആ രൂപത്തെ നേരിട്ട് കണ്ടു, പക്ഷെ ഒരു മിന്നായം പോലെയാ കണ്ടത്. ശരിക്കും ഉള്ളതാണോ അതോ ഇല്യൂഷനാണോ ഒരു തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കാസിഡി പറയുന്നു, എടി നാളെ എല്ലാവരും ക്ലാസ്സിലേക്ക് വരണം, വീട്ടിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും ക്ലാസ്സിലേക്ക് വരണം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ കോൾ കട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കിയാൽ ദേ വന്ന് നിൽക്കുന്നു ഗ്രിംകട്ടി. ആ കൊടൂര രൂപം കണ്ട് ഭയന്ന് വീട്ടിലേക്ക് കയറി കതക് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഗ്രിംകട്ടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ആശയുടെ കയ്യിൽ മുറിവ് ഉണ്ടാക്കുകയാണ്. ആശ അലറിക്കൊണ്ടിരിക്കെ അവിടെ നേരത്തെ വച്ച പിച്ചാത്തി കാണുകയും അതെടുത്ത് ഗ്രിംകട്ടിയുടെ കയ്യിൽ തന്നെ കുത്തുകയും പെട്ടെന്ന് ഗ്രിംകട്ടി അവിടെ നിന്ന് പോവുകയും അതേ നേരം അവിടേക്ക് അച്ഛനും അമ്മയും എത്തുകയാണ്. ഇപ്പോൾ അവർ കാണുന്ന കാഴ്ച ആശയുടെ കയ്യിലെ മുറിവും മറ്റേ കയ്യിലെ പിച്ചാത്തിയും. അതിനാൽ അവർ വിചാരിക്കുന്നു ആശ സ്വയം മുറിവേൽപ്പിച്ചതാണ് എന്ന്. അങ്ങനെ കയ്യിൽ മരുന്നൊക്കെ വച്ച് കെട്ടി അച്ഛൻ പറയുന്നു, ഇനി നീ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്ക്. എന്നാൽ ആശ ഇപ്പോൾ ഒരു ഉടായ്പ് പറയുകയാണ്, അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഗ്രിംകട്ടിയെ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പിച്ചാത്തി കൊണ്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ നോക്കിയതാ, ആ സമയത്ത് നിങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി, അതിനിടയിൽ പിച്ചാത്തി എൻ്റെ കയ്യിൽ കൊണ്ട് കൈമുറിഞ്ഞതാ. എനിക്ക് നാളെ ക്ലാസ്സിൽ എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് ഉണ്ട്, പോയില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ ഇനി ഗ്രിംകട്ടിയെ ഓർത്ത് നടക്കില്ല, ഫോൺ യൂസ് ചെയ്യില്ല, സ്കൂളിൽ പോയാൽ മൈൻഡ് ഒന്ന് ഫ്രീ ആവും, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോകണം. അതൊക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആശ്വാസമാവുകയും സ്കൂളിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആശ സ്കൂളിൽ എത്തി അവിടെ കാസിഡിയെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ആശ പറയുന്നു, എടി ഗ്രിംകട്ടിയെക്കുറിച്ച് നിനക്ക് കേട്ടറിവല്ലേ ഉള്ളൂ, ഞാൻ നേരിട്ട് കണ്ടതാ, എന്നെ ആക്രമിക്കാൻ വരെ ശ്രമിച്ചു, എനിക്കതിനെക്കുറിച്ച് അന്വേഷിക്കണം, നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ താ, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കണം. എന്നാൽ കാസിഡി പറയുന്നു, അയ്യോ എൻ്റെ ഫോണും അച്ഛൻ പിടിച്ചു വെച്ചു, ഇനി നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഒരുത്തൻ, അവൻ്റെ വീട്ടിൽ സിസ്റ്റം ഉണ്ട്, നമുക്ക് അവിടെ പോകാം. അങ്ങനെ ആശയും കൂട്ടി പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്ന സന്ദർഭമായിരുന്നു. എന്നാൽ അവിടെയും ഗ്രിംകട്ടിയെക്കുറിച്ചാണ് ട്രെൻഡ്. ഗ്രിംകട്ടിയെ കളിയാക്കിക്കൊണ്ട് റീൽസ് വീഡിയോ വരെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാസിഡിയുടെ ഫ്രണ്ട് ഒരു ലാപ്ടോപ്പ് കൊടുക്കുകയും രണ്ടുപേരും ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു പയ്യൻ അവൻ്റെ അമ്മയെ പിച്ചാത്തിക്കൊണ്ട് കുത്തിയില്ലേ, ആ സംഭവത്തെക്കുറിച്ച് ആർട്ടിക്കിൾ നോക്കുകയാണ്. എന്നാൽ ഗ്രിംകട്ടിയെക്കുറിച്ച് ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ മാത്രം ഇപ്പോൾ കാണാനില്ല. ആദ്യം കത്തിക്കൊണ്ട് കുത്തിയ ആ പയ്യൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം, അവന് എന്തെങ്കിലും കാര്യം അറിയാമായിരിക്കും
എടി എനിക്ക് ഇപ്പോൾ വീട്ടിലോട്ട് പോകണം, ഇല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും എന്ന് പറഞ്ഞ് കാസിഡി പോവുകയാണ്. എന്നാൽ ആശ ഇനിയും റിസർച്ച് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ നടന്ന പാർട്ടിയിൽ എടുത്ത റീൽസ് വീഡിയോ ഒരുത്തൻ ആശയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. എന്നാൽ അത് ഇപ്പോൾ ആശയുടെ അമ്മ കാണുകയാണ്. കാരണം ആശയുടെ ഫോൺ വീട്ടിലാണല്ലോ ഉള്ളത്. അങ്ങനെ ആശ പാർട്ടിക്ക് പോയി എന്ന കാര്യം മനസ്സിലാവുകയും ആശയുള്ള സ്ഥലത്തേക്ക് പോകാനും തുടങ്ങി. തുടക്കത്തിൽ കുത്തേറ്റ അമ്മ ആ സംഭവത്തെ ഒരു ബ്ലോഗ് പോലെയാക്കി എഴുതിയിരുന്നു. ആ അമ്മയുടെ പേര് മെലിൻഡ എന്നാണല്ലോ. ആ പേരിൽ സെർച്ച് ചെയ്തിട്ടും ഒരു ഡീറ്റെയിൽസ് പോലും വന്നില്ല. ശേഷം ആശ അനിയനെ കോൾ ചെയ്ത്, എടാ നീ മെലിൻഡ എന്ന പേരിൽ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ എനിക്ക് അയച്ചു താ, അതൊരു ബ്ലോഗർ ആണ്, ആർട്ടിക്കിളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. അന്നേരം അനിയൻ പറയുന്നു, ചേച്ചി നീ എവിടെയാ, അമ്മയും അച്ഛനും നിന്നെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം, നോക്കുമ്പോൾ ആ രൂപം വരികയാണ്. എടാ ഞാൻ വലിയ പ്രശ്നത്തിലാണ്, നീ എത്രയും പെട്ടെന്ന് മെലിൻഡയെക്കുറിച്ച് അന്വേഷിച്ച് പറ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് നേരത്തെ റിസർച്ച് ചെയ്ത ആർട്ടിക്കിളിനെ മെൻഷൻ ചെയ്ത് ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇവരാണ് ഗ്രിംകട്ടി പുറത്തു വരാൻ കാരണം എന്ന്. ശേഷം അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ദേ വരുന്നു ഗ്രിംകട്ടി. വീടിനകത്ത് കയറി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കൂളായി വരികയാണ്. എന്നാൽ ഗ്രിംകട്ടിയെ മറ്റാരും കാണുന്നില്ല. ആശയുടെ കണ്ണിന് മാത്രമാണ് കാണുന്നത്. ആശ അലറി ഓടിയെങ്കിലും ഒരു ഘട്ടത്തിൽ ആശയുടെ കഴുത്തിൽ പിടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച ശേഷം ആശയുടെ കാലിലേക്ക് ഗ്രിംകട്ടി പിച്ചാത്തി കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ആശയുടെ കൈക്ക് ഒരു പിച്ചാത്തി കിട്ടുകയും ആ പിച്ചാത്തി കൊണ്ട് ഗ്രിംകട്ടിയെ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ ഗ്രിംകട്ടി സ്ഥലം വിടുകയാണ്. എന്നാൽ ഗ്രിംകട്ടി ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. വീണ്ടും അവളെ ആക്രമിക്കാൻ വരികയും ആശയെ പിടിച്ച് അവളുടെ കയ്യിൽ മുറിവുണ്ടാക്കി ഒരു കഷ്ണം ഇറച്ചി എടുക്കാൻ നോക്കുമ്പോൾ ആശ വേദനിച്ച് അലറുമ്പോൾ അവിടേക്ക് അച്ഛനും അമ്മയും എത്തുകയാണ്. അച്ഛനും അമ്മയും നോക്കുമ്പോൾ ആശയുടെ കൈ മുറിച്ചതുപോലെയാണ് കാണുന്നത്. അങ്ങനെ ആശയുടെ മുറിവിൽ മരുന്നൊക്കെ വച്ച് കെട്ടിയ ശേഷം ആശ ചോദിക്കുന്നു, ആ ഗ്രിംകട്ടി എന്നെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ കൈ മുറിച്ചത് ഗ്രിംകട്ടിയാണ്. അതിന് മറുപടിയായി ഇല്ല എന്ന് അമ്മ പറയുകയാണ്. അന്നേരം അച്ഛൻ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. വീട്ടിലെ വൈഫൈ ആരോ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നീയാണോ എന്ന് ആശയോട് ചോദിക്കുമ്പോൾ, അച്ഛാ അത് ഞാൻ അനിയനോട് ഇൻ്റർനെറ്റിൽ ഗ്രിംകട്ടി കാരണം മകൻ്റെ കുത്തേറ്റ മെലിൻഡയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതാ. അത് കേട്ടപ്പോൾ മകനോട് എന്തോ ഒരു ദേഷ്യം തോന്നുകയും അതേപോലെ മകന് എന്തെങ്കിലും ആപത്ത് വരും എന്ന് വെപ്രാളപ്പെട്ട് കാറെടുത്ത് നേരെ വീട്ടിലോട്ട് കുതിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അനിയൻകുട്ടൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് മെലിൻഡയുടെ വീട് കണ്ടുപിടിക്കുകയാണ്. അക്കാര്യം ആശയോട് പറയാം എന്ന് കരുതി ആശയെ വീഡിയോ കോൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ദേ പുറകിൽ പതുക്കെ വരുന്നു ഗ്രിംകട്ടി. അത് കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണാനില്ല. വീണ്ടും ക്യാമറയിൽ നോക്കുമ്പോൾ പുറകിലൂടെ വന്ന് അവനെ പിടികൂടുകയാണ്. ആ അലർച്ച പുറത്തെത്തിയ അച്ഛനും അമ്മയും കേൾക്കുകയും പെട്ടെന്ന് ഓടിപ്പോയി അകത്ത് കയറി നോക്കുമ്പോൾ അവൻ ഒരു ടൈ കഴുത്തിൽ കുരുക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. അങ്ങനെ ആശയ്ക്കും അനിയനും പരിക്ക് പറ്റിയതിനാൽ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അമ്മ പറയുന്നു, മോളെ നിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞത് അനിയന് അപകടം പറ്റിയത് കൊണ്ടാണ്. നിന്നെ അച്ഛന് വലിയ കാര്യമാണ്. നീ മോശമായി ഒന്നും വിചാരിക്കരുതേ. അതെനിക്ക് അറിയാം അമ്മേ. എന്നെ നിങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ, ഞാൻ എന്തിനാ എൻ്റെ കൈ മുറിക്കുന്നത്? എന്നെ വിശ്വസിക്ക് മോളെ, നീ അത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ കൈ നീ തന്നെയാ മുറിച്ചത്. അതേപോലെ അനിയൻ്റെ കാര്യം നീയും നേരിട്ട് കണ്ടതല്ലേ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞു അമ്മ അവിടുന്ന് പുറത്തു പോവുകയാണ്. ശേഷം ആശ എഴുന്നേറ്റ് അനിയൻ്റെ അടുത്ത് പോയി, എടാ എല്ലാം ഞാൻ കാരണമാണ്, സോറിടാ. അന്നേരം അനിയൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് കാണുകയും അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മെലിൻഡയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചത് കാണുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്ന് തീരുമാനിച്ച് ആർക്കും മനസ്സിലാവാതിരിക്കാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് പോവുകയാണ്. അന്നേരം കാസിഡിയുടെ ഫാമിലിയെ കാണുകയും കാസിഡിയെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് എന്തു പറ്റി എന്ന് അടുത്ത് പോയി ചോദിക്കുമ്പോൾ കാലിലെ പുതപ്പ് മാറ്റി കാണിക്കുമ്പോൾ ഒരുപാട് മുറിവുകൾ കാണുകയാണ്. നേരത്തെ ആശയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് കാസിഡിക്കും സംഭവിച്ചത്. ഗ്രിംകട്ടിയാണ് കാസിഡിയെ ആക്രമിച്ചത്. എന്നാൽ അവളുടെ വീട്ടുകാർ വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കാനാണ്? അവർ നോക്കുമ്പോൾ കാസിഡി സ്വയം മുറിവേൽപ്പിക്കുന്നത് പോലെയാണ് കാണുന്നത്. ഗ്രിംകട്ടിയെ മറ്റാർക്കും കാണില്ല. ഗ്രിംകട്ടി ആരെയാണോ ആക്രമിക്കാൻ പോകുന്നത് അവർക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അന്നേരം ആശ പറയുന്നു, ഞാൻ ആ ഒരു പയ്യൻ ഉണ്ടല്ലോ അമ്മയെ കത്തി കൊണ്ട് കുത്തിയ ആ അമ്മയുടെയും മകന്റെയും അഡ്രസ് കണ്ടുപിടിച്ചു. ബ്രാൻഡനെയും മെലിൻഡയെയും നേരിട്ട് കാണണം. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. ഗ്രിംകട്ടിയുടെ രഹസ്യത്തെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കേട്ട് അത് ശരി, വീട്ടിൽ പോയി ചോദിച്ചാൽ അവർ ഇപ്പോൾ പറഞ്ഞു തരുമോ? ഒന്ന് പോടി അവിടുന്ന്.
ഹേയ് അങ്ങനെയല്ല, നീ ഒരു കാര്യം നിരീക്ഷിച്ചോ, നീ ഗ്രിംകട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ട് നിന്റെ അച്ഛനോട് അമ്മയോട് പറഞ്ഞതിന് ശേഷമാണ് നിന്നെ ഗ്രിംകട്ടി ആക്രമിച്ചത്. അതേപോലെ ഞാനും ഗ്രിംകട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അക്കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ ശേഷമാണ് ഗ്രിംകട്ടി എന്നെ ആക്രമിച്ചത്. എൻ്റെ അനിയന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, അതിനാൽ അവനെ ഗ്രിംകട്ടി അറ്റാക്ക് ചെയ്തില്ല. എന്നാൽ ഗ്രിംകട്ടിയെക്കുറിച്ച് അന്വേഷിച്ച കാര്യം അച്ഛന് മനസ്സിലായപ്പോഴാണ് ഗ്രിംകട്ടി അവനെയും അറ്റാക്ക് ചെയ്തത്. അത് കേട്ട് കാസിഡി ചോദിക്കുന്നു, അപ്പോൾ പാരൻസ് കാരണമാണോ ഗ്രിംകട്ടി അറ്റാക്ക് ചെയ്യുന്നത്? ഹേയ് അങ്ങനെയാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ നമ്മൾ കണ്ടുപിടിക്കണം, ഈ സംഭവത്തെ നിർത്തണം എന്നും പറഞ്ഞ് മെലിൻഡയുടെ വീട് അന്വേഷിച്ച് പോവുകയാണ്. എന്നാൽ ലാപ്ടോപ്പ് നോക്കിയ അമ്മയ്ക്ക് അക്കാര്യം മനസ്സിലാവുകയാണ്. ആശ മെലിൻഡയുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് പോയി കാണും എന്ന്. എന്നാൽ ഇക്കാര്യം കെട്ടിയവനോട് പറയാതെ ആശ പോയ അഡ്രസ്സിലേക്ക് അമ്മയും ഫോളോ ചെയ്ത് പോവുകയാണ്. ഒടുവിൽ അഡ്രസ്സ് തപ്പിപ്പോയ ആശ മെലിൻഡയുടെ വീട്ടിലെത്തുകയും ഡോർ തട്ടി വിളിച്ചപ്പോൾ മെലിൻഡ ഡോർ ഓപ്പൺ ചെയ്ത് വരികയും ആശ പറയുന്നു, മാഡം ഞാനൊരു സ്റ്റഡീസിൻ്റെ ഭാഗമായി വന്നതാ. നിങ്ങൾ എഴുതുന്ന ബ്ലോഗ്സ് ഒക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ വായിക്കാറുണ്ട്. അതിൽ ഒരു ബ്ലോഗിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്, അതാ വന്നത്. ഏത് ബ്ലോഗിനെ കുറിച്ചാണ് നിനക്ക് അറിയേണ്ടത്? അത് പിന്നെ ഒരു ഗ്രിംകട്ടിയെക്കുറിച്ച് എഴുതിയിരുന്നില്ലേ, അതിനെക്കുറിച്ച് അറിയണം. ആ രൂപം മനുഷ്യരെ കൺട്രോൾ ചെയ്ത് സ്വയം മുറിവേൽപ്പിക്കും എന്നും നിങ്ങളുടെ മകൻ നിങ്ങളെ കത്തി കൊണ്ട് കുത്തി എന്നൊക്കെ എഴുതിയിരുന്നില്ലേ? ഓഹോ എടി കുഞ്ഞ്, എനിക്കതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, നീ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ ആശയെ ഒഴിവാക്കി വിട്ടെങ്കിലും ആശയ്ക്ക് പോകാനുള്ള മനസ്സ് വന്നില്ല. എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ചുള്ള രഹസ്യം അറിയണം, എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ ആ വീട് ചുറ്റി ചുറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു വേസ്റ്റ് ബോക്സ് ഉള്ളത് കാണുകയും അതിൽ ഫോണ്, ടാബ്, ലാപ്ടോപ്പ് ഒക്കെ നശിപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിരീക്ഷിച്ച് പതിയെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കടന്ന് ബ്രാൻഡൻ അകത്തുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയെങ്കിലും കണ്ടില്ല. എന്നാൽ അവിടെ ഒരു ഡോർ ക്ലോസ് ചെയ്ത് വെച്ചത് കാണുകയാണ്. അത് പതുക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ആ പയ്യൻ അവശനായി കിടക്കുന്നത് കാണുകയാണ്. അവൻ്റെ ശരീരം മൊത്തം മുറിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ കൃത്യം അവിടേക്ക് ഒരു വലിയ തുപ്പാക്കിയും നീട്ടിപ്പിടിച്ച് മെലിൻഡ എത്തുകയാണ്. അനങ്ങിയാൽ പൊട്ടിക്കും ഞാൻ. അന്നേരം ആശ ചോദിക്കുന്നു, നിങ്ങളുടെ മകനല്ലേ ഇത്? ഇവനെ ഇവിടെ അടച്ചു വച്ച് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഹേയ് അവൻ എൻ്റെ മകനാണ്, ഞാൻ അവനെ രക്ഷിക്കാനാ നോക്കുന്നത്. പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ആരാണെന്ന് നോക്കിയാൽ ആശയെ ഫോളോ ചെയ്ത് വന്ന അമ്മയായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മെലിൻഡ ഡോർ ഓപ്പൺ ചെയ്ത് നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് ആശ അലറുന്ന ശബ്ദം ആശയുടെ അമ്മ കേൾക്കുകയാണ്. അത് എൻ്റെ മകളാണ്, അവളെ എന്താ ചെയ്തത്? ഓഹോ നിങ്ങളുടെ മകളാണോ? അവൾ എന്ത് അക്രമം കാണിച്ചത്? വീടിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കള്ളത്തിയെ പോലെയാ അകത്ത് കയറിയത്. അതിനാൽ ഞാൻ അവളെ പിടികൂടി റൂമിലടച്ചു. എൻ്റെ മകനെയും അവൾ ശല്യം ചെയ്യാൻ ശ്രമിച്ചു. അവൾക്ക് വട്ടാണോ? പോലീസിൽ വിളിക്കാൻ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. അങ്ങനെ ആശ ചെയ്തത് തെറ്റാണ്, അവൾ അങ്ങനെ ചെയ്തതിന് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആശയെ അമ്മ കൂട്ടിയിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആശ പറയുന്നു, അമ്മ ഇവൾ ഭയങ്കര ദുഷ്ടത്തിയാണ്, സൈക്കോ ആണെന്നാ തോന്നുന്നത്. ഇവളുടെ മകനെ ഇവൾ തന്നെ പട്ടിണിക്കിട്ട് കൊല്ലും എന്നാ തോന്നുന്നത്. അവനെ രക്ഷിക്കാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അമ്മ അവളുടെ ചെവിൻ്റെ ബട്ടണിട്ട് ഒരൊറ്റ അടി കൊടുത്തിട്ട് കൂട്ടിട്ട് പോവുകയാണ്. അങ്ങനെ കാറിൽ കയറിയപ്പോൾ അമ്മ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്, ആ പയ്യൻ അപകടത്തിലാണ്. ഇപ്പോൾ കാറിൻ്റെ കണ്ണാടിയിൽ നോക്കിയാൽ ഗ്രിംകട്ടി പതുക്കെ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. നോക്ക് അമ്മ, ഗ്രിംകട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ഗ്രിംകട്ടിയെ കാണാൻ പറ്റില്ലല്ലോ. എല്ലാം കേട്ട് തലക്ക് പിരാന്ത് പിടിച്ച അമ്മ ഡോറിന്റെ ഗ്ലാസ്സിലേക്ക് ഒരൊറ്റ കുത്ത്. ശേഷം ആശയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി നേരെ മെലിൻഡയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താ പ്രശ്നം? എന്താ വീണ്ടും വന്നത്? കാറിൽ പെട്രോൾ തീർന്നോ? ഹേയ് അതൊന്നുമല്ല മേഡം, എനിക്ക് ഒരു സംശയം. എൻ്റെ മകൾക്ക് കുറച്ച് വട്ടുള്ള പോലെയാണ്, പക്ഷേ അവൾ ഒരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ നിങ്ങളുടെ മകന് ഭക്ഷണം പോലും നേരെ കൊടുക്കാതെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. അത് ശരിയാണോ? എനിക്കവനെ ഒന്ന് കാണണമല്ലോ. അത് കേട്ടപ്പോൾ മെലിൻഡ പറയുന്നു, ഹേയ് എൻ്റെ മകനെ കാണാനൊന്നും പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കേ. അത് കേട്ട് അമ്മ ചൂടാവുകയാണ്. കാരണം മൂപ്പത്തി ഇച്ചിരി കലുപ്പത്തിയാണ്. അതെന്താ കാണാൻ പറ്റാത്തത്? അപ്പോൾ എൻ്റെ മകൾ പറയുന്നത് ശരിയാണല്ലേ? പറ തള്ളേ, എന്തിനാ മകനെ ടോർച്ചർ ചെയ്യുന്നത്? എൻ്റെ മകൻ, എൻ്റെ വീട്, എൻ്റെ കാര്യം, ഞാൻ എന്ത് വേണേലും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടി? ഇപ്പോൾ എനിക്ക് മനസ്സിലായടി, ആ ഗ്രിംകട്ടിയെക്കുറിച്ച് നിനക്ക് അറിയാമായിരിക്കും. മര്യാദയ്ക്ക് സത്യം പറ. അത് കേട്ട് പറയുന്നു, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എൻ്റെ മകൻ ഇൻ്റർനെറ്റിൽ ഓൺലൈനിൽ കണ്ടതാ.
അന്ന് മുതൽ ആ പ്രശ്നം തുടങ്ങിയത്. അവന്റെ കൈ അവൻ തന്നെ മുറിച്ച് മുറിവുണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വേറെ ഒരു പ്രശ്നവും ഇല്ല. പ്ലീസ് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു വിടുമ്പോൾ ഇപ്പോൾ ബ്രാൻഡൻ ഉള്ള റൂമിലേക്ക് ഗ്രിംകട്ടി വരികയാണ്. അത് കണ്ട് അവൻ അലറുമ്പോൾ ആ ശബ്ദം കേട്ട് ആശയുടെ അമ്മ ഓടിപ്പോയി നോക്കുമ്പോൾ ഗ്രിംകട്ടി ബ്രാൻഡനെ തൂക്കി നിർത്തുകയായിരുന്നു. തൂങ്ങിക്കിടക്കുന്ന ബ്രാൻഡനെ മാത്രമാണ് അമ്മ കാണുന്നത്. ഒട്ടും താമസിയാതെ മെലിൻഡയും തുപ്പാക്കി ചൂണ്ടി അവിടെ എത്തുകയാണ്. എടി, ആ പേര് ഉച്ചരിച്ചത് കൊണ്ടാണ് ഗ്രിംകട്ടി തിരിച്ചു വന്നത്. ഗ്രിംകട്ടിയുടെ മുമ്പിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് മകനെ ഞാൻ പൂട്ടിയിട്ടത്. എല്ലാം നീ തകർത്തു എന്നും പറഞ്ഞ് മെലിൻഡയും ആശയുടെ അമ്മയും പൊരിഞ്ഞ യുദ്ധം. അതിനിടയിൽ മെലിൻഡ പറയുന്നു, ഗ്രിംകട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് വൈറലാക്കിയത് ഞാനാണ്. ആ ഗ്രിംകട്ടി എൻ്റെ മകനെ വിട്ടു പോയി വേറെ ആരുടെയെങ്കിലും അടുത്ത് എത്താൻ വേണ്ടി. പെട്ടെന്ന് ബ്രാൻഡൻ ഒരു കുന്ത്രാണ്ടം എടുത്തുകൊണ്ട് ഓടിപ്പോയി അമ്മയുടെ കാലിലേക്ക് തന്നെ ഒരൊറ്റ കുത്ത്. ആ വേദനയിൽ ഉരുണ്ട് ചുരുണ്ട് സ്റ്റെപ്പിൽ നിന്നും താഴെ വീഴുകയാണ്. അതേപോലെ ബ്രാൻഡൻ മയങ്ങി വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ബ്രാൻഡനെ തൂക്കിയെടുത്ത് നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ഒരുപാട് പേർക്ക് കയ്യിലും കാലിലും മറ്റു പലയിടത്തും മുറിവ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഗ്രിംകട്ടിയുടെ ഫോട്ടോ ഷെയർ ആയിപ്പോയിട്ട് എല്ലാവരിലും എത്തിയിട്ടുണ്ടെന്നാണ്. ഈ സമയത്ത് അച്ഛൻ മകൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ്. ഗ്രിംകട്ടി ഈ ലോകത്തേക്ക് വരാൻ തന്നെ കാരണം ഇയാളുടെ മകനാണ്. ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ ഡാർക്ക് നെറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രിംകട്ടിയെക്കുറിച്ച് മാത്രം ഒരുപാട് തവണ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സാത്താനെ പറ്റിയും പിശാചുക്കളെ പറ്റിയും അവൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, എനിക്ക് ഒന്നും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് ഡാർക്ക് നെറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയത് എന്നൊക്കെ പറയുകയാണ്. എടാ, നീ ചെയ്ത ഒരു തെറ്റ് കാരണം ഇന്ന് ഈ നാട് മൊത്തം പ്രശ്നത്തിലാണ്. ഇനി എന്ത് ചെയ്യും എന്ന് കലിപ്പിൽ ഇരിക്കുമ്പോൾ പുറകിലൂടെ ദേ വരുന്നു ഗ്രിംകട്ടി. ഈ സമയത്ത് മറ്റൊരു വശത്ത് തുടക്കത്തിൽ കാസിഡിയും ആശയും വീഡിയോ കോൾ ചെയ്യുമ്പോൾ വേറെ ഒരു പെൺകുട്ടിയും വീഡിയോ കോളിൽ ജോയിൻ ചെയ്തിരുന്നില്ലേ. അവൾ വന്ന് പറയുന്നു കാസിഡി സ്വയം കത്തിയാൽ കുത്തി ആത്മഹത്യ ചെയ്തു എന്ന്. മറ്റൊരു വശത്ത് അമ്മ അവിടെ എത്തുകയും ഭർത്താവിനോട് പറയുന്നു, ഹേയ് മനുഷ്യ, നമ്മുടെ മക്കളുടെ മേൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അത്യാവശ്യമായി കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. നിങ്ങളുടെ ദേഷ്യം കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കുത്തിവെക്കാൻ നോക്കുകയാണ്. അന്നേരം പെട്ടെന്ന് പോലീസുകാർ വന്ന് പറയുന്നു, മാഡം, ആ മെലിൻഡയുടെ മകനെ നിങ്ങളല്ലേ കൂട്ടിയിട്ട് വന്നത്? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ മകൻ എവിടെ എന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് വച്ചാൽ ഗ്രിംകട്ടി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട ആശ അവനെ പിടികൂടി മറ്റൊരു റൂമിൽ കയറ്റുകയും ഇപ്പോൾ ആശ പറയുന്നു, എടാ, എല്ലാം നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ ഗ്രിംകട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും അക്കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് ദേഷ്യം വരാറില്ലേ? അവർക്ക് ദേഷ്യം വരുമ്പോഴാണ് ഗ്രിംകട്ടി നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. നമ്മൾ കാരണം നമ്മുടെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടാൻ പാടില്ല. ഇനി മുതൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഗ്രിംകട്ടി നമ്മളെ വിട്ടു പോവുകയുള്ളൂ. ഇപ്പോൾ ഡാർക്ക് വെബിൽ കളിച്ചതുകൊണ്ട് അച്ഛൻ നിന്നോട് ഭയങ്കര കലിപ്പായിരിക്കും. അച്ഛൻ്റെ ദേഷ്യം നിർത്തിയാൽ മാത്രമേ നിനക്ക് ഗ്രിംകട്ടിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നീ പേടിക്കണ്ട, അച്ഛൻ്റെ ദേഷ്യം എൻ്റെ നേർക്ക് തിരിക്കണം, എന്നാൽ നീ രക്ഷപ്പെടും. എന്നെ ഗ്രിംകട്ടി ആക്രമിക്കും, നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് പുറത്തു പോയി നിൽക്കുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. മകനെ അടിക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നു അത്. അകത്ത് അവൻ്റെ മുൻപിൽ ഗ്രിംകട്ടി ആക്രമിക്കാൻ എത്തുകയാണ്. അവൻ്റെ ഭയന്ന അലർച്ച കേൾക്കുമ്പോൾ ആശയ്ക്ക് മനസ്സിലാവുകയാണ് ഗ്രിംകട്ടി അനിയനെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന്. അതിനാൽ ആശ പിച്ചാത്തി കാട്ടി അച്ഛന് ദേഷ്യം വരുന്ന രീതിയിൽ ചൊറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അനിയൻ ഡാർക്ക് നെറ്റിൽ കളിക്കാൻ കാരണം ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് ഇപ്പോൾ ആശയോട് ദേഷ്യം വരികയാണ്. അതിനാൽ ഗ്രിംകട്ടി അനിയനെ വിടുകയും അനിയൻ അവിടുന്ന് ഓടിപ്പോകാനും തുടങ്ങി. അച്ഛൻ ആശയെ അടിക്കാൻ പോകുമ്പോൾ ആശ ഓടിപ്പോയി ഒരു റൂമിൽ ഒളിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ ആശയോട് ദേഷ്യം വന്നതിനാൽ ഗ്രിംകട്ടി ആശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആശയെ പിടികൂടി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആശയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഗ്രിംകട്ടിയെ ചറപറാന്ന് കുത്തുകയും കുത്തേറ്റ ഗ്രിംകട്ടി ആശയെ പിടിവിടുകയാണ്. ഗ്രിംകട്ടിയുടെ കഥ തീർന്നോ എന്ന് കരുതിയാൽ അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ മുറിവ് തനിയെ ഉണങ്ങി ശരിയാവുകയാണ്. എല്ലാം കണ്ട് ഭയന്ന് അവൾ ഓടുമ്പോൾ അവിടേക്ക് അച്ഛൻ എത്തുകയും, മോളെ, നീ എന്തിനാ പേടിക്കുന്നത്? സമാധാനപ്പെട്, എൻ്റെ അടുത്തേക്ക് വാ. പെട്ടെന്ന് ഗ്രിംകട്ടി അവളെ പിടികൂടി കഴുത്തിലേക്ക് കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിക്കുകയാണ്. ആ പോരാട്ടത്തിനിടയിലേക്ക് വന്ന അച്ഛൻ്റെ വയറ്റിലേക്ക് തന്നെ ആശ കത്തി തിരിച്ച് കയറ്റുകയാണ്. ശേഷം പുറത്തേക്ക് ആശ ഓടിപ്പോകുമ്പോൾ കുത്തേറ്റ അച്ഛനും പുറത്തേക്ക് പോവുകയും ആശയുടെ പുറകിലൂടെ ഗ്രിംകട്ടി ഓടി വന്ന് ആശയെ തൂക്കിയെടുത്ത് കൊലപ്പെടുത്താൻ നോക്കുകയാണ്. എയറിൽ കിടക്കുന്ന ആശയെ കാണുമ്പോഴാണ് ഇപ്പോൾ അച്ഛന് കാര്യം മനസ്സിലാവുന്നത്.
തൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം ശരിയാണ്, എല്ലാം എൻ്റെ ദേഷ്യം കാരണമായിരിക്കും ചിലപ്പോൾ ഗ്രിംകട്ടി അവളെ ആക്രമിക്കുന്നത്. എൻ്റെ ദേഷ്യം നിർത്താൻ വേണ്ടിയായിരിക്കും അവൾ മയക്കുമരുന്ന് എന്നെ കുത്താൻ വന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദേഷ്യം പോകണമെങ്കിൽ ഞാൻ മയങ്ങിക്കിടക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ എടുത്ത് അച്ഛൻ സ്വയം കുത്തിവെച്ച് മയങ്ങി വീഴുമ്പോൾ ആ പിടികൂടിയ ഗ്രിംകട്ടി അവളെ വിട്ട് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതെങ്ങനെ അച്ഛൻ മയങ്ങി വീഴുമ്പോൾ ഗ്രിംകട്ടി പോയത് എന്ന് വെച്ചാൽ, അച്ഛൻ മയങ്ങുമ്പോൾ അച്ഛന് ആശയോടുള്ള ദേഷ്യം ഇല്ലാതാവുകയാണല്ലോ. ഈ ചിത്രത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, മക്കൾ മാതാപിതാക്കളോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. അതേപോലെ മാതാപിതാക്കൾ മക്കളെ അമിതമായി സംശയിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യരുത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഫാമിലിയിൽ വഴക്കുണ്ടാവുന്നത്. വഴക്ക് പല പ്രശ്നങ്ങളിലും ചെന്ന് അവസാനിക്കും. നമുക്കുണ്ടാവുന്ന ദേഷ്യത്തിനും നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന കള്ളത്തിനും ജീവൻ വച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിന് ജീവൻ വച്ചാൽ ആ ദേഷ്യം മറ്റുള്ളവരെ ആക്രമിക്കും. അങ്ങനെ ഒരു ജീവനാണ് ഗ്രിംകട്ടി. അതാണ് സംവിധായകൻ ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരസ്പരം ദേഷ്യവും വെറുപ്പും കള്ളത്തരവും ഒന്നും കാട്ടാതെ സമാധാനമായി ജീവിക്കുക. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.